ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ ചിന്തിച്ചു വരുന്ന വേദഭാഗം, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച ഒരു തീം ഉണ്ടായിരുന്നു. എന്തായിരുന്നു തീം? അനുഗ്രഹ മറന്നുപോയോ? ഓക്കെ, ഏഞ്ചല ഇവിടെ നന്നായി എഴുതി കാണിച്ചതാ. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ശ്രദ്ധ അല്ലേ? ഓക്കെ, എന്തുവായിരുന്നു? Turn your failure into success. ഇനി മറന്നു പോകുമോ? കുറിച്ച് വെച്ചോണം. Turn your failure into success. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ എത്രയും ശ്രദ്ധിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം, ഞാൻ ചോദിക്കും. ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിപ്പാനിടയായി ടേൺ യുവർ ഫെയിലിയർ ഇൻടു സക്സസ്. ജീവിതത്തിൽ നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ജയിച്ചവരും പരാജയപ്പെട്ടവരുമായവരുടെ പല ചരിത്രങ്ങൾ വചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ ഇന്ന് രണ്ടിൽ നിന്നും ചില ആത്മീയ ഉത്തേജനങ്ങൾ അല്ലെങ്കിൽ ആത്മീയമായ പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ജീവിതത്തിൻ്റെ ഒത്തിരി പരാജയങ്ങൾ നമ്മൾ ചിന്തിപ്പാനും അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ജയമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു. ആരെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്? ലോത്ത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അമ്മയോ ഇന്ന് പകൽക്കാലം അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചല്ലോ ലോത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയം എന്തായിരുന്നു നമ്മൾ ചിന്തിപ്പാടെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ആ പരാജയ നിമിത്തം തനിക്കുണ്ടായ നഷ്ടങ്ങൾ, ഹി ലോസ്റ്റ് ഹിസ് ഹോം, ഹി ലോസ്റ്റ് ഹിസ് വൈഫ്, ഹി ലോസ്റ്റ് ഹിസ് റെപ്യൂട്ടേഷൻ, അല്ലേ? He lost his moral authority towards his children. He lost the future he could have. ഇതെല്ലാം പരാജയം നിമിത്തം സംഭവിച്ച കാര്യമാണ്. ലോത്തിൻ്റെ ജീവിതത്തിലെ പരാജയ നിമിത്തം സംഭവിച്ച കാര്യങ്ങളാണ്. ഇന്ന് പകൽക്കാലം പഴയ നിമിത്തം തന്നെ ഒരു വ്യക്തിയും കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ നിർത്താൻ താല്പര്യപ്പെടുക. അടുത്ത ആഴ്ച മുതൽ ജയിച്ച ചിലരിലേക്ക് പ്രവേശിക്കാം. സ്തോത്രം. ഇന്നും കൂടെ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് കൊണ്ടുവരിക. അത് നിങ്ങൾ തന്നെ പറയണം ആരാണെന്ന്. സ്തോത്രം. അദ്ദേഹം ദൈവത്താൽ അനോയിന്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. പ്രൈസ് ഗോഡ്, വെരി ഗുഡ്. അത്രേ പറഞ്ഞോളൂ. ഓക്കെ, ദിസ് നൺ അതർ ദാൻ കിങ് സോൾ. ആമേൻ. ശൗൽ രാജാവ്. നമുക്കറിയാം 1 ശമൂവേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിലാണ്, അല്ലെങ്കിൽ 9-ാം അധ്യായം മുതലാണ് തൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഓക്കെ, ഈ 9-ാം അധ്യായം 1 ശമൂവേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശൗലിൻ്റെ നല്ലൊരു തുടക്കം. ശൗലിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അവനെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്നാമത് നമ്മൾ ചിന്തിച്ചാൽ ഹി വാസ് എ മാൻ ഹൂ ചോസൺ ബൈ ഗോഡ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുവനായിരുന്നു ശൗൽ. ഹി വാസ് എ മാൻ വിത്ത് എക്സ്ട്രാ ഓർഡിനറി പൊട്ടൻഷ്യൽ. വലിയ പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരു മനുഷ്യനായിരുന്നു ശൗൽ. He was anointed by the prophet Samuel. ശമൂവേലിനാൽ അനോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. Empowered by the spirit. ആത്മാവിനാൽ നിറയപ്പെട്ടവനാണ്. Blessed with every opportunity to success. ജയിക്കുവാനുള്ള എല്ലാ സാധ്യതകളുമുള്ള വ്യക്തിയാണ്. Yet എന്നിട്ടും his life ended with a failure. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പരാജയത്തിൽ ചെന്നെത്താനിടയായി. എന്തായിരുന്നു ശൗലിൻ്റെ ജീവിതത്തിലെ പരാജയം? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇതിനുള്ള ബന്ധത്തിൽ ചിന്തിപ്പാനിടയായി. എന്താണ് ശൗലിൻ്റെ ജീവിതം പരാജയമായി എന്ന് പറയാൻ കാരണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത്. എന്താണ് പരാജയം എന്നുള്ളത് അതിൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് വരുന്നുണ്ട്. അവൻ്റെ അവസാനം എങ്ങനെയായിരുന്നു? സ്തോത്രം. അപ്പോൾ എന്താണ് ശൗലിൻ്റെ ജീവിതത്തിലെ പരാജയം? അത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയമാക്കി മാറ്റാൻ കഴിയും? സ്തോത്രം. ഞാൻ വേഗത്തിൽ പോകാം. എനിക്ക് പവർ പോയിന്റ് ഇടണമുണ്ട്, പക്ഷേ സമയം ലഭിക്കാത്തത് കൊണ്ട് സാധിച്ചില്ല. ഞാൻ വേഗത്തിൽ പറയാം, നിങ്ങളത് നോട്ട് ചെയ്തോണം എന്തൊക്കെയാണ് ശൗലിൻ്റെ ജീവിതത്തിലെ പരാജയങ്ങൾ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളായി കേൾക്കുന്ന ഒരു വിഷയമാണ് പ്രാരംഭത്തിലെ അവൻ്റെ പ്രശ്നം. മറ്റൊന്നുമല്ല, ഹിസ് പാർഷ്യൽ ഒബീഡിയൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഫുൾ ഒബീഡിയൻസ്. ഹിസ് പാർഷ്യൽ ഒബീഡിയൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഫുൾ ഒബീഡിയൻസ്. സ്തോത്രം. ആ ചരിത്രം 1 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം 3-ാം വാക്യത്തിലാണ് കിടക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. നമുക്കറിയാം, അമേലിക്കരുമായിട്ടുള്ള യുദ്ധത്തോടുള്ള ബന്ധത്തിൽ ശമൂവേൽ പ്രവാചകനിൽ കൂടെ ദൈവം ശമൂലിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു.
എന്താ പറഞ്ഞിരിക്കുന്നത്? ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. മതി, അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. ഇതായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനിൽ കൂടെ ശൗലിനോട് ആവശ്യപ്പെട്ടത്. സ്തോത്രം. ഇനി എന്താണ് അവിടെ പരാജയം സംഭവിച്ചത്? ഹല്ലേലൂയ. ആ ഭാഗത്തിലേക്ക് നമുക്കറിയാം, ഞാൻ വിവരിക്കുന്നില്ല. ആ ഭാഗത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, അവിടെ കാണാൻ കഴിയുന്നത് അവൻ ചെയ്ത കാര്യം എന്തായിരുന്നു? അതിന്റെ 9-ാം വാക്യം. എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും ആട്, മാട്, തടിച്ച മൃഗം എന്നിവയിൽ മേത്രമായവയും കുഞ്ഞാടുകളെയും ഉത്തമമായും ഒക്കെ നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോട് സൂക്ഷിച്ചു. മതി, ശ്രദ്ധിച്ചേ. ദൈവം കൽപ്പിച്ച ഒരു കൽപ്പന, ആ കൽപ്പനയെ അനുസരിക്കാതെ, സ്തോത്രം, ദൈവം എന്താണോ പറഞ്ഞത് അതിന് വിപരീതമായി ചെയ്യുക. ദൈവം പറഞ്ഞു അതിനെ പൂർണ്ണമായും എന്ത് ചെയ്യണം? നിർമൂലമാക്കി കളയണം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നു, സ്തോത്രം, എന്താ ചെയ്തേ? അവൻ മേത്തരമായ ചിലതിനെ എന്ത് ചെയ്തു? ജീവനോടെ സൂക്ഷിച്ചു. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, ദൈവ കൽപ്പനകളെ ലംഘിച്ചു. ഇനി ശ്രദ്ധിക്കണേ, ഇവിടെ കാണാൻ കഴിയുന്നത് യവൻ ചെയ്ത കാര്യം ഏറ്റവും ശ്രേഷ്ഠമേറിയ ഈ നല്ല കന്നുകാലികളെയും സമ്പത്തിനെയൊക്കെ കണ്ടപ്പോൾ മേത്തരമായ ചിലത് ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഇതിനെ കൊന്നുകളേണ്ട വല്ല കാര്യമുണ്ടോ? ഏറ്റവും നല്ലതല്ലേ, നല്ല സാധനമല്ലേ, ഇതിനെ നശിപ്പിക്കേണ്ട കാര്യമല്ലോണ്ടോ? അവൻ ചെയ്ത തെറ്റ്, സ്തോത്രം, നല്ല കാര്യമായി ചെയ്തെന്ന് തോന്നിപ്പോവും. കാരണം ഇത് ലോജിക്കലായിട്ട് അവൻ ചിന്തിച്ച കാര്യമാണ്. അവൻ പറയുന്ന കാര്യമുണ്ട്, ഞാൻ മേത്തരമായതിനെ അവൻ എന്ത് ചെയ്തു? സൂക്ഷിച്ചു, അതിനെ കൊന്നില്ല. സ്തോത്രം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് കൽപ്പിച്ചു കഴിഞ്ഞാൽ മേത്തരമല്ല, ഏത് പൊന്നാണെങ്കിലും വിടാൻ നാം തയ്യാറാകണം. സ്തോത്രം. കർത്താവ് കൽപ്പിച്ചാൽ ഇത് നല്ലതാണ്, ഇത് വിലയുള്ളതാണ്, ഇതിനെ നശിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെക്കുകയല്ല, അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൽപ്പനയാണെന്ന് തിരിച്ചറിവോടെ അതിനെ വിടാൻ നാം തയ്യാറാകണം. ശൗലിന്റെ ജീവിതത്തിലെ പരാജയം, ദൈവം പറഞ്ഞു നീ നിർമൂലമാക്കണം, പക്ഷെ അവൻ ചെയ്തതെന്താ? ചിലതിനെ, മേത്തരമായതിനെ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, കർത്താവ് ചിലത് കൽപ്പിച്ചാൽ, സ്തോത്രം, അതിൻ്റെ പിന്നിൽ വിടാനുള്ള സാധനത്തിൻ്റെ വിലയോ അതിൻ്റെതായ ശ്രേഷ്ഠതയോ നോക്കാൻ പാടില്ല. പിന്നെയോ വിടാൻ പറഞ്ഞാൽ അത് വിടാൻ നാം തയ്യാറാകണം. സ്തോത്രം. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മൾക്ക് ചിലതൊക്കെ ശ്രേഷ്ഠമെന്ന് നമുക്ക് തോന്നും. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് വിടേണ്ട വല്ല കാര്യമുണ്ടോ? കർത്താവ് പത്രോസിൻ്റെ അരികെ ചെന്നിട്ട്, നമുക്കറിയാം ഏറ്റവും അവസാന അധ്യായങ്ങളിൽ കാണാൻ കഴിയുന്നത്, പത്രോസ് മീൻ പിടിച്ചു. അവസാനം, സ്തോത്രം, വലിയ പെരുത്ത മീൻകൂട്ടം കിട്ടിക്കഴിഞ്ഞിട്ട് അവിടെ അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, പത്രോസ് വലയും പടകും പിടിച്ച മീൻകൂട്ടവും എല്ലാം വിട്ട് എന്ത് ചെയ്തു? അപ്പോൾ ലോജിക്കലി മനുഷ്യൻ ചിന്തിക്കും, കർത്താവേ, ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചൊരു സാധനമല്ലേ, ഇത് വിട്ട് കളഞ്ഞിട്ട് വരണോ, അതോ ഇതൊക്കെ ഒന്ന് മുതലാക്കി സ്വരൂപിച്ച് ക്രമീകരിക്കേണ്ട ഭാഗത്തൊക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് വന്നാൽ പോരെ? സ്തോത്രം. പക്ഷെ കർത്താവിനെ അവൻ അതേപടി അനുസരിച്ച്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ കർത്താവ് വിടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിടാൻ നാം തയ്യാറാകണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമായി എന്തെങ്കിലും നമ്മൾ മേത്തരമായിട്ട് ശ്രേഷ്ഠമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനെ നാം വിട്ടേ പറ്റത്തുള്ളൂ. ഇവരുടെ ജീവിതത്തിലെ പരാജയം എന്ത് ചെയ്തു? എന്നിട്ട് ഇവൻ അനുസരണക്കേട് കാണിക്കുക മാത്രമല്ല, he justified himself. അവനെ തന്നെ അങ്ങ് ന്യായീകരിക്കുക. he justified his disobedience. നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നം അങ്ങനെ, നമ്മളൊരു തെറ്റ് ചെയ്യുന്നതല്ല, ആ തെറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? ന്യായീകരിക്കുക. make it right. we want to make some reason, we want to make it right. കാരണം മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുക? ഇത് വലിയ കുഴപ്പമാണോ? ഇവന്റെ ജീവിതത്തിൽ ഇവൻ ചെയ്ത കാര്യം 13-ാം വാക്യത്തിലേക്ക് വന്നേ. പിന്നെ ശമൂവേൽ ശൗലിന്റെ അടുക്കൽ എത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കള്ളം, ഫസ്റ്റ് ലയർ. എന്താ പറഞ്ഞേ? ഞാൻ കൽപ്പന നിവർത്തിച്ചോ? വാസ്തവത്തിൽ ഇല്ല. ഓക്കെ, സോ ഫെയിലർ. സ്തോത്രം. എന്തിനു വേണ്ടിയായി ഫെയിലർ ചെയ്തേ? സ്വയം ന്യായീകരിക്കാൻ. ജസ്റ്റിഫൈ, he wants to justify himself. എന്നിട്ട് പറയാണ്,
അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കണേ. സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ വായിച്ചോ, താഴോട്ട് വായിച്ചോ. അതിന് ശമൂവേൽ, എന്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കുറയും എന്തെന്ന് ചോദിച്ചു. ഇനി ശ്രദ്ധിച്ചേ, തെളിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അടുത്ത ന്യായീകരണം ശ്രദ്ധിച്ചോടെ. ആദ്യമേ പറഞ്ഞു ഞാൻ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു. അപ്പം ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു ദൈവത്തിന് മറിഞ്ഞിരിക്കുന്നൊന്നുമില്ലല്ലോ. നമ്മൾ ഈ ന്യായീകരിക്കുമ്പോഴും ദൈവം ഇതെല്ലാം കാണുക. അപ്പൊ പ്രവാചകന് തെളിവായതുകൊണ്ട് പ്രവാചകൻ ചോദിച്ചു ഈ ശബ്ദമൊക്കെ എവിടെയാ? അപ്പൊ തെളിവ് കിട്ടിയല്ലോ, ഇനി മറിഞ്ഞിരിക്കാൻ പറ്റത്തില്ലോ. അടുത്ത ന്യായീകരണം എന്താ? അവയെ അമാലേക്കരുടെ പക്കൽ നിന്ന് അവർ കൊണ്ടുവന്നതാകുന്നു. ജനം ആടുകളിലും കാളകളിലും മേത്രമായവയെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജീവനോട് സൂക്ഷിച്ചു. ഇപ്പൊ നോക്കിക്കേ. So he was justify ചെയ്യുക. Some reason he was justifying himself. ഇപ്പൊ പറയാ ഞാൻ നല്ല കാര്യമല്ലേ ചെയ്തേ, എന്തുവാ ഞാൻ യാഗം കഴിക്കുക ദൈവത്തിന്. ദൈവം പറയാത്തൊരു യാഗം ദൈവത്തിന് വേണോ? സ്തോത്രം. ശ്രദ്ധിക്കണേ, ഇവിടെ പറയുന്നു ഞാൻ ആ തെളിഞ്ഞു കഴിഞ്ഞപ്പോ, അത് പറഞ്ഞാൽ ശമൂവേൽ പ്രവാചകൻ ഈ തെളിവില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? മറ്റേ കള്ളത്തിലങ്ങ് ജയിച്ചു പോയേനെ. ഏതാ? ഞാൻ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു. ആ വെളിപ്പാട് കിട്ടാത്തൊരു പ്രവാചകനാണെങ്കിൽ അത് കേട്ട് വീട്ടിൽ പോകും. അപ്പൊ ആര് ന്യായീകരിച്ചു? ശമൂവേൽ ഇവിടെ ന്യായീകരിച്ചു, ജയിച്ചു. സ്തോത്രം. എന്നാൽ ഈ വെളിപ്പാട് കിട്ടിയ പ്രവാചകൻ പറയാ ഈ ശബ്ദം എവിടെയെന്ന് വെച്ചപ്പോ അവിടെ പൊളിഞ്ഞു. അപ്പൊ അടുത്ത കള്ളം എന്താ? ഞാൻ യാഗം കഴിക്കാൻ കൊണ്ടുവച്ചേക്കുവാന്ന്. സ്തോത്രം. അപ്പൊ ഇവന്റെ ജീവിതത്തിൽ മാത്രമല്ല, ഞാൻ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ ഞാൻ കൊണ്ടുവച്ചിരിക്കുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നീക്കേണ്ടതിനെ നീക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്, അവന്റെ ജീവിതത്തിൽ പരാജയം. ഒന്ന്, അവൻ കൽപ്പന ലംഘിച്ചു. രണ്ട്, ഹി ജസ്റ്റിഫൈഡ് ഹിംസെൽഫ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വീഴ്ച പറ്റിയാൽ, ഒരു തെറ്റ് പറ്റിയാൽ സ്വയം ന്യായീകരിക്കരുത്. നമ്മൾ നാട്ടിൽ ഒരു പറച്ചിലുണ്ട്, വീണെടുത്ത് കിടന്ന് ഉരുളരുത്. സ്തോത്രം. ഹല്ലേലൂയ. തെറ്റാണെന്ന് സമ്മതിക്കണം, അതിനെ ന്യായീകരിക്കാൻ. ഞാൻ എന്നെ കൂടെ ചേർത്താ പറയുന്നത്, നിങ്ങൾ ഇതൊന്നും നോക്കണ്ട. എവരിബഡി, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എവിടെയെങ്കിലും പരാജയമുണ്ടെങ്കിൽ we need to ready to accept it. ഇവിടെ യവന്റെ ജീവിതത്തിലെ പരാജയം, തെറ്റിനെ അവൻ ന്യായീകരിക്കുക. ആദ്യമേ പറഞ്ഞു ഞാൻ കൽപ്പന അനുസരിച്ചു. രണ്ടാമത് പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ പറയാ അതിന് ഞാൻ എന്ത് ചെയ്യുക? കർത്താവിന്. സ്വയം നീതീകരണം ദൈവസന്നിധി ചെലവഴിക്കത്തില്ല. തെറ്റ് തന്നെയാണ്. അപ്പോ ഇവിടെ സ്തോത്രം, മാറ്റേണ്ടതിനെ മാറ്റാതിരുന്നത് അവന്റെ ജീവിതത്തിന്റെ പരാജയത്തിന് കാരണമായി. തിരുവചനം പഠിക്കുമ്പോൾ പുതിയ നിയമ സഭയോട് കർത്താവ് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ നീക്കാത്തിടത്തോളം കാലം നമുക്കൊരു ജയജീവിതം നയിക്കാൻ കഴിയത്തില്ല. തിരുവചനത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് നീക്കേണ്ടത്. വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. 1 പത്രോസ് 2:1 വാക്യം വായിച്ചേ. നീക്കേണ്ട കാര്യങ്ങൾ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതുവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളയുക. എല്ലാ നുണയും എന്ത് ചെയ്യണം? എന്തൊക്കെയാ നീക്കേണ്ടെന്നേ? എന്തൊക്കെ നീക്കണം? ദുഷ്ടത നീക്കണം, ചതുവ് നീക്കണം, വ്യാജഭാവം നീക്കണം, അസൂയ നീക്കണം, എല്ലാ നുണയും നീക്കണം. അല്ലേ? അപ്പൊ ഇതിൽ ഒന്ന് കുറച്ചിട്ട് വേറെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ചെയ്തെന്ന് ശൗൽ പറഞ്ഞതുപോലെ പറയാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ശൗൽ പറഞ്ഞു ഞാൻ എല്ലാ കൽപ്പനകളും പാലിച്ചിരിക്കുന്നു, കൽപ്പന അനുസരിച്ചിരിക്കുന്നു, പക്ഷേ പകുതി ഭാഗത്ത് നീക്കേണ്ടത് നീക്കിയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു, ഈ പറഞ്ഞിരിക്കുന്ന സകലതും എന്ത് ചെയ്യണം? നീക്കണം. ഹല്ലേലൂയ. അതല്ലാതെ നമ്മൾ കള്ളം അല്ലെങ്കിൽ ബാക്കിയുള്ളത് നീക്കി, ദുഷ്ടതയൊന്നുമില്ല, പക്ഷേ അല്പം നുണയേ ഉള്ളൂ. അല്ലേ? അങ്ങോട്ട് പോകുകയെന്ന് വെച്ചാൽ ഇങ്ങോട്ട് എന്താ കോശത്തിന് പോകുമ്പം വാട്ടർലൂമിലേക്ക് പോകുകയെന്ന് പറയരുത്. സ്തോത്രം. ലണ്ടന് പോകുമ്പം ബിർമിംഗ്ഹാമിൽ പോകുകയെന്ന് പറയരുത്. നമ്മൾ അല്പം നുണ. നമ്മുടെ ചിലർ പറയാറുണ്ട് എന്തോ വിശുദ്ധ, ആ വിശുദ്ധ കള്ളം ദൈവത്തിന് അശുദ്ധമായ കള്ളമാണ്. സ്തോത്രം. അതുകൊണ്ട് എല്ലാ നുണയും നീക്കിക്കളയണം. ഓക്കെ. 2 കൊരിന്ത്യർ 7:1 വാക്യം പറഞ്ഞിരിക്കുന്നത്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി. സകല കന്മഷവും, ജഡത്തിന്റെയും ആത്മാവിന്റെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കണം. അപ്പോൾ നീക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ തിരുവചനത്തിനകത്ത് പറയുന്നുണ്ട്. ഇത്
ഒന്നാമത്തെ അത് നീക്കാത്തത് ജീവിതത്തിന്റെ പരാജയമാണ്. സ്തോത്രം. ശൗലിന്റെ ജീവിതത്തിൽ അപ്പോൾ ഇവിടെ അനുസരണം എന്നാണ്. ഗോഡ് വാല്യൂ ഒബീഡിയൻസ് മോർ ദാൻ ഇംപ്രസീവ് പെർഫോമൻസ്. കർത്താവിന് നമ്മുടെ പെർഫോമൻസ് അല്ല ഇമ്പോർട്ടൻറ്റ്, ഒബീഡിയൻ്റ് ഇമ്പോർട്ടൻറ്റ്, അനുസരണമാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇനി എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും അനുസരിക്കാതിരുന്നാൽ കർത്താവിന് പ്രസാദമല്ല. സ്തോത്രം. രണ്ടാമത്തെ കാര്യോ ഡിസൊബീഡിയൻസ് ലീഡ് ടു ലോസ് ഓഫ് ഗോഡ്സ് പ്രസൻസ്. അവൻ്റെ ആ ഡിസൊബീഡിയൻസ് എന്ത് ചെയ്യും? ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തും. ഒന്ന് വായിച്ചേ, 1 ശമൂവേൽ 16:14 എന്താ സംഭവം? യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. ദൈവത്തിന്റെ ആത്മാവിനെ വിട്ടുമാറി. ദ റീസൺ ഈസ് ദ ഡിസൊബീഡിയൻസ്, അനുസരണക്കേട്. ഹല്ലേലൂയ. മാത്രമല്ല ദാറ്റ് ലീഡ്, അതിനെ ദൈവം അവനെ തള്ളിക്കളഞ്ഞു. അതിന്റെ 22 വാക്യം, 15-20. ആകയാൽ ശൗൽ ഇശായിയുടെ അടുക്കൽ ആളയച്ചു, ദാവീദിനോട് എനിക്ക് ഇഷ്ടം തോന്നി. സോറി, അതിന്റെ 15-ന്റെ യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ആ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ ഞാൻ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാര ദോഷം പോലെയും. മത്സരം ആഭിചാര ദോഷം. അപ്പം അവന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിരുന്നു മത്സരം ആഭിചാര ദോഷം. എന്താണ് മത്സരാഭിചാര ദോഷം? മത്സരിക്കരുത്. മത്സരം എന്ന് പറഞ്ഞാൽ ചിലർ പണ്ട് വ്യാഖ്യാനിച്ചു കുഞ്ഞുങ്ങളുടെ മത്സരം. നോ, അതല്ല മത്സരം. ചില ഈ മത്സരം ഇവിടെ ഇൻഡർ സ്കൂൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും മത്സരം പാടില്ല, ആഭിചാര. ആ മത്സരം അല്ലെന്നേ. ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. ദൈവത്തോട് മത്സരിക്കരുത്, മനുഷ്യരോട് മത്സരിക്കരുത്. നമ്മുടെ മനോഭാവത്തെ അവിടെ കാണിക്കുന്നത്. സ്തോത്രം. അത് ആഭിചാരത്തിന് തുല്യമാണ്. മത്സരിച്ച് ചിലത് ചെയ്യാറുണ്ടല്ലേ? സ്തോത്രം. ഒരു മറ്റു പറഞ്ഞാൽ ശാഠ്യം. ഇത് അതാ റൈറ്റ് വേ. ശാഠ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തില്ലെങ്കിൽ എന്തോ കുഴപ്പം, ഞാൻ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം. ഇസ് എ മത്സരം. സ്തോത്രം. ആരോട് ദൈവം നിങ്ങളുടെ മുതിർന്നവരോടോ നിങ്ങളുടെ ലീഡേഴ്സോ വല്ലോ ഒക്കെ പറഞ്ഞാൽ അതിനോട് മത്സരിക്കരുത്. അത് ആഭിചാരമാണ്, അത് ആഭിചാരമാണ്. അതുകൊണ്ട് മത്സരം ആഭിചാരത്തിന് തുല്യമാണ്. എവിടെയെങ്കിലും ജീവിതത്തിൽ മത്സരം ഉണ്ടെങ്കിൽ ഇന്ന് അതിനെ വിട്ടേക്കണം. സ്തോത്രം. ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റബേണായിട്ട് ചെയ്യാതിരിക്കുന്നത് മത്സരമാണ്. മനഃപൂർവ്വമായി ചെയ്യാതിരിക്കുന്നത് മത്സരമാണ്. അത് സംഭവിക്കരുത്. ഓക്കെ, വേഗത്തിൽ മുന്നോട്ട് പോകാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈസ് ഡിസൊബീഡിയൻസ്. നമ്പർ 2, he feared the people more than he feared God. ദൈവത്തെക്കാൾ ഉപരി ആരെ പേടിച്ചു? മനുഷ്യനെ പേടിച്ചു. അതിന്റെ 15-24 വാക്യം. ശൗൽ ശൗമേലിനോട് ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. ഓക്കെ, ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നു മനുഷ്യനെ ഭയപ്പെട്ടു. ദൈവത്തെക്കാൾ ഉപരി മനുഷ്യനെ ഭയപ്പെട്ടു. ദൈവമക്കളെ, പുതിയ നിയമത്തിൽ നമ്മൾ ദൈവത്തെക്കാൾ ഉപരി മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം. പൗലോസ് അതാ പറഞ്ഞിരിക്കുന്നത് 2 കൊരിന്ത്യർക്ക് ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകണം, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരല്ല. സ്തോത്രം. നമ്മൾ ഏത് കാര്യം ചെയ്യാനും മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന ഒരു കേബിൾ ഇവിടുന്ന് എടുത്താലും അല്ല, ഒരു കസേര എടുത്താലും മനുഷ്യനെ പ്രസാദിപ്പിക്കാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. അതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ മനുഷ്യനെ അവൻ ഭയപ്പെടുക ദൈവത്തെക്കാൾ ഉപരി. ഞാൻ ആ ഭാഗം പറഞ്ഞ് അങ്ങനെ വിടുക. മൂന്നാമത്തെ കാര്യം ഹിസ് ഡിസീവ് നേച്ചർ ഓർ ഹിപ്പോക്രിറ്റിക്കൽ നേച്ചർ. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ ഒന്ന് വെച്ചുകൊണ്ട് മറ്റൊന്ന് പ്രവർത്തിക്കുക. സ്തോത്രം. വായിച്ചേ 18-17 വാക്യം. 1 ശമൂവേൽ 18. അനന്തരം ശൗൽ ദാവീദിനോട്, എന്റെ മകൾ മേരബുണ്ടല്ലോ, ഞാൻ അവളെ നിനക്ക് ഭാര്യയായി തരും. നീ ശൂരനായി എനിക്ക് വേണ്ടി യഹോവയുടെ യുദ്ധങ്ങൾ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. എന്റെ കൈയല്ല, ഫെലിസ്ത്യരുടെ കൈ അവന്റെ മേൽ വീഴുവാൻ സംഗതി വരട്ടെ എന്ന് ശൗൽ വിചാരിച്ചു. ശ്രദ്ധിച്ചേ, അവിടെ ശൗല് പറയാ, ഞാൻ എന്റെ ഭാര്യയായ ആരെ തരാമെന്ന? എന്റെ മകൾ മേരബുണ്ടല്ലോ, മേരബിനെ ഞാൻ നിനക്ക് തരാം. മകൾ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞത് ദാവീദിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അവനോട് പ്രിയം ഉണ്ടായിട്ടല്ല. പിന്നെയോ
എങ്ങനെയെങ്കിലും എന്ത് ചെയ്യട്ടെ, എന്റെ കൈയല്ല എന്റെ കൈ വരാതെ ഫെലിസ്ത്യരുടെ കൈ അവന്റെ മേൽ വീഴുവാൻ. അവന്റെ ഉള്ളിലൊരു വിചാരം. അപ്പം അകത്ത് ഒന്ന് നിരൂപിച്ചുകൊണ്ട് പുറത്ത് മറ്റൊന്ന് കാണിക്കുക, അല്ലേ? സ്തോത്രം. അകത്ത് ദോഷം നിരൂപിച്ച് പുറമേ നല്ലത് അഭിനയിക്കുക. ഇതായിരുന്നു അവന്റെ ജീവിതത്തിലെ മറ്റൊരു പരാജയം. ഈ മാത്രമല്ല, ഇവന്റെ ഉള്ളിൽ ഈ ദാവീദിനോടൊരു അസൂയയും. അതിന്റെ 8-ാം വാക്യം വായിച്ചേ. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. ഈ വാക്ക് അവൻ അനിഷ്ടമായി. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. ഇനി രാജ്യത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു. അവനോട് കണ്ണുകടി ഉണ്ടായിരുന്ന. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് അവനോട് കണ്ണുകടിയും തുടങ്ങി. കണ്ടോ? ആരോട് കണ്ണുകടി തുടങ്ങി? എന്താ കണ്ണുകടി എന്ന് പറഞ്ഞ? അസൂയ, അല്ലേ? സ്തോത്രം. അപ്പോ ഈ ചിലർക്ക് കണ്ണുകടി എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ നല്ല ഭാഷ, അവന് ഭയങ്കര കണ്ണുകടിയാ, അവർക്ക് ഭയങ്കര കണ്ണുകടിയാ എന്നൊക്കെ പറയല്ലേ? സ്തോത്രം. അപ്പൊ അവന്റെ ഉള്ളിൽ ദാവീദിനോട് എന്ത് തുടങ്ങി? കണ്ണുകടി, ഒരു അസൂയ. എന്നിട്ട് സ്തോത്രം, ഈ ഉള്ളിൽ ഒന്ന് വിചാരിച്ചുകൊണ്ട് അതിന്റെ 17-ാം വാക്യം പെട്ടെന്ന് വാക്യങ്ങൾ പറഞ്ഞു വിടുക. അനന്തരം ശൗൽ ദാവീദിനോട്, എന്റെ മൂത്ത മകൾ മേരബുണ്ടല്ലോ, ഞാൻ അവളെ നിനക്ക് ഭാര്യയായി തരും. നീ ശൂരനായി എനിക്ക് വേണ്ടി യഹോവയുടെ യുദ്ധങ്ങൾ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. മതി. അവിടെ പുറമേ നല്ലത് ചെയ്യുക എന്ന അകത്തളത്തിൽ ഒരു ചതിയാണ് അവന്റെ ഉള്ളിലുള്ളത്. അവന്റെ ലക്ഷ്യം ഏത് വിധേനയും എന്ത് ചെയ്യണം? ദാവീദിനെ നശിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള സൂത്രങ്ങൾ. അതിന് 19-ാം വാക്യം. ശൗലിന്റെ മകളായ മേരബിനെ ദാവീദിന് കൊടുക്കേണ്ടിയിരുന്ന സമയത്ത് അവളെ മൊഹല്യത്തിനായി അദ്രിയേലിന് ഭാര്യയായി കൊടുത്തു. കണ്ടോ? അപ്പൊ അവിടെ ഒരു ചതി നടന്നു. ഇനി അടുത്ത ചതി നോക്കിക്കേ. അതിന്റെ 21-ാം വാക്യം. അവൾ അവനെ ഒരു കെണിയായിരിക്കേണ്ടതിനും ഫെലിസ്ത്യരുടെ കൈ അവന്റെ മേൽ വീഴേണ്ടതിനും ഞാൻ അവളെ അവന് കൊടുക്കുമെന്ന് അവൻ ശൗൽ വിചാരിച്ചതാ. അതിനെ ആരെയാണെന്നറിയോ? മീഖലിനെയ. അതിന് മേളിൽ പറയുന്നുണ്ട് മീഖലിനെ, അല്ലേ? ശൗലിന്റെ മകളായ മീഖൽ. ഓക്കെ. അപ്പോ ഇവർക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ ദാവീദ് ശൗൽ ഒരു കാര്യം ചെയ്തു. അവിടെ പറയാണ്, സ്തോത്രം, അവൾ അവന് ഒരു കെണിയായിരിക്കേണ്ടതിനും ഫെലിസ്ത്യരുടെ കൈ അവന്റെ മേൽ വീഴേണ്ടതിനും. കണ്ടോ? ഇവിടെ ദാവീദിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല മീഖലിനെ കൊടുക്കാമെന്ന് പറഞ്ഞേ. ഇവിടെയും ചതി കണ്ടോ? ഡിസീവ്, അവന്റെ ആ ചതിയുടെ പ്രയോഗങ്ങളാ കാണാൻ കഴിയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് അവിടെ കാണുന്നു, അവളെ ഫെലിസ്ത്യരുടെ കൈ അവന്റെ മേൽ വീഴേണ്ടതിനും. ഫെലിസ്ത്യരുടെ കൈയാൽ ദാവീദിനെ വീഴുമാറാക്കണമെന്ന് ശൗൽ കരുതിയിരുന്നു. സ്തോത്രം. അപ്പൊ ഇവിടെ എല്ലാം ചതി. ഇനി 22-ാം വാക്യം വായിച്ചേ. പിന്നെ ശൗൽ തന്റെ ഭൃത്യന്മാരോട്, നിങ്ങൾ സ്വകാര്യമായി ദാവീദിനോട് സംസാരിച്ച്, ഇതാ രാജാവിന് നിന്നെ പ്രിയമാകുന്നു. കണ്ടോ? ഇപ്പൊ പറയാ, ഇനി തേർഡ് പാർട്ടിയെ വിടുക. നിങ്ങൾ എന്ന് അവനോട് പറയണം, എനിക്ക് രാജാവിനോട് പ്രിയമാണ്. അപ്പൊ പുറമേ എല്ലാം ശൗല് ദാവീദിന്റെ മുന്നിൽ എനിക്ക് പ്രിയമാണ്, എനിക്ക് ഇഷ്ടമാണ്. എവനെ വിളിക്കുന്നറിയോ? എൻ്റെ മകനായ ദാവീദേ എന്നാ വിളിക്കുന്നത്. ആ വിളിക്കകത്ത് എന്തോ ഒരു മാതിരിയാണെന്നറിയോ? ചില വിളികളൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കും ഭയങ്കര സ്നേഹമാണെന്ന്. പക്ഷേ മനസ്സിലാവുന്നുണ്ടോ? ആ വിളിക്കകത്തും ഒരു ഇതുണ്ട്. എനിക്ക് ഒത്തിരി അനുഭവങ്ങളൊക്കെ പറയാനുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല, വിട്ടേക്കാം. സ്തോത്രം. വിളി കേട്ടാ വിചാരിക്കും ഭയങ്കര സ്നേഹമാണ്. ഇവർ ദാവീദിനെ വിളിക്കുക, എൻ്റെ മകനായ ദാവീദേ എന്നാണ് അവനെ വിളിച്ചത്. പക്ഷേ അകത്തളത്തിൽ അവന്റെ ആഗ്രഹം അവനെ ചതിക്കണം. സ്തോത്രം. ഈ കൂടുതൽ മുഖസ്തുതി പറയുന്നവരെ സൂക്ഷിക്കണം. ജെന്യൂൻ ആണെങ്കിൽ ഓക്കെയാ. സ്തോത്രം. അപ്പൊ ഇവിടെ എന്നിട്ട് പറയാ, അതിന്റെ 25-ാം വാക്യം. അതിന് ശൗൽ, രാജാവിന്റെ ശത്രുക്കൾക്ക് പ്രതികാരമാകുവാൻ തക്കവണ്ണം ഫെലിസ്ത്യരുടെ 100 അഗ്രചർമ്മമല്ലാതെ രാജാവ് യാതൊരു സ്ത്രീധനവും ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ചോദിക്കുന്നു, ഇപ്പൊ അടുത്ത പണി എന്തോന്നറിയാമോ? ഫെലിസ്ത്യരെ പോയി കൊല്ലണം. ദാവീദ് ശൗലിനറിയാം എവനെ അങ്ങോട്ട് പറഞ്ഞിട്ട അവന്മാർ തകർത്തോളും. അതുകൊണ്ടൊരു പ്രോമിസ് കൊടുത്തു, ഞാൻ സ്ത്രീധനമായിട്ട് ആരെ തരാം? എൻ്റെ മകളെ തരാം. പക്ഷെ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഫെലിസ്ത്യ പട്ടാളത്തിൽ പോയി, അല്ലെങ്കിൽ ഇടയിൽ പോയി അവരുടെ 100 പേരുടെ അഗ്രചർമ്മം കൊണ്ടുവരണം. നല്ല ആറ്റിറ്റ്യൂഡിലാണോ പറഞ്ഞേ? പിന്നെ ചതി, ഡിസീവ്. ആ ചതിക്കകത്ത് നിന്നോണ്ടാ അവിടെ ശൗൽ പറയുന്നത്. സ്തോത്രം. അപ്പൊ പുറമെ ചക്കരവാക്ക് പറഞ്ഞിട്ട് ചതിക്കുഴിയിൽ വീഴിക്കുന്ന രീതി, ഡിസോണറി അവിടെ, അതാണ് ശൗലിന്റെ ജീവിതത്തിലെ മറ്റൊരു പരാജയം. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ അകവും പുറവും ഒരുപോലെ ആയിരിക്കണം. ഡോണ്ട് ട്രൈ ടു ഡിസീവ് അതേഴ്സ്. മറ്റുള്ളവരെ ചതിക്കാൻ ശ്രമിക്കരുത്. മുഖസ്തുതി പറയാൻ ശ്രമിക്കരുത്. ഹൃദയത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾ നേരോടെ പറയണം. സ്തോത്രം. അല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ സ്നേഹിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ആയിരിക്കണം പറയുന്നത്.
അതല്ലാതെ മുഖസ്തുതി ദൈവത്തിന് ഇഷ്ടമല്ല. അതവൻ്റെ ജീവിതത്തിലെ പരാജയമായിരുന്നു. വേഗത്തിൽ മുന്നോട്ട് പോകാം. അടുത്ത ഒരു കാര്യം, 4-ാമത്തെ കാര്യം, ദൈവത്തിൻ്റെ പുരോഹിതന്മാർക്ക് നേരെയുള്ള തൻ്റെ പ്രവൃത്തി. ഹിസ് പ്ലാൻ എഗൻസ്റ്റ് ദ സെർവൻറ്റ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ പുരോഹിതന് നേരെയുള്ള അവൻ്റെ പ്രവൃത്തി. 1 ശമൂവേൽ 22:11 മുതലാണ് ആ വാക്യം കാണുന്നത്. സ്തോത്രം. ഉടനെ രാജാവ് അഹീദൂബിന്റെ മകനായ അഹീമേലെക്ക് പുരോഹിതനെയും അവന്റെ പ്രതിഭവനക്കാരായ നോബിലെ സകല പുരോഹിതന്മാരെയും വിളിപ്പിച്ചു. മതി, അതിനെ കൊണ്ടുവരണ്ട. മൊത്തം ആ 11 മുതൽ 18 വരെ വായിച്ചാൽ മതി. ഇപ്പോൾ വായിക്കേണ്ട, ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ചരിത്രം എത്രയേ ഉള്ളൂ? 85 പുരോഹിതന്മാരെ, അതിൻ്റെ 17-ാം വാക്യത്തിലുണ്ട്. 85 പുരോഹിതന്മാരെ എന്ത് ചെയ്തു? കൊന്നു കളഞ്ഞു. സ്തോത്രം. എന്തിനാ കൊന്നെന്നറിയാമോ? എന്തിനാ 85 പുരോഹിതന്മാരെ കൊന്നെന്നറിയാമോ? ദാവീദിനോട് ആലോചന പറഞ്ഞേന്. സ്തോത്രം. ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞ 85 പുരോഹിതന്മാരെ ആര് കൊന്നു? ഈ ശൗൽ കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ദാവീദിനോട് ആലോചന പറഞ്ഞു എന്ന കാരണത്താൽ പുരോഹിതന്മാരുടെ മേലെ കൈവച്ച ശൗൽ അതവന് പരാജയമായി മാറി. തിരിച്ചു നോക്കിയേ, ദാവീദിനെ കുറിച്ച് ചിന്തിച്ചേ. ദാവീദിനെ കുറിച്ച് കാണാൻ കഴിയുന്നത്, സ്തോത്രം, തൻ്റെ ശത്രു അല്ലെങ്കിൽ ശൗല് യവനെ കൊല്ലാൻ നടക്കുമ്പോഴും തൻ്റെ കയ്യിൽ ചെന്ന് കിട്ടിയപ്പോൾ അവന് കൊല്ലാമായിരുന്നു. പക്ഷേ അവസാനം ആ വസ്ത്രത്തിൻ്റെ ഒരു അഗ്രം എന്ത് ചെയ്തു? അങ്കിയുടെ ഒരു അഗ്രം കീറിയെടുത്തെന്ന കാരണത്താൽ യവൻ്റെ മനസാക്ഷി കുത്താൻ തുടങ്ങി. അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞേ? യഹോവയുടെ അഭിഷിക്തനായ എന്റെ യജമാനന്റെ നേരെ കൈയെടുക്കുന്നതായി ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുത്. കണ്ടോ? ദൈവത്തിൻ്റെ അഭിഷിക്തനായവൻ്റെ മേലെ കൈയെടുക്കാൻ. സ്തോത്രം. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെടണം. അവിടെ അതാണ് ശൗലിൻ്റെ ഈ ദാവീദിന്റെ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. 1 ശമൂവേൽ 24:6 വാക്യം വായിച്ചേ. അവൻ തന്റെ ആളുകളോട് യഹോവയുടെ അഭിഷിക്തനായ എന്റെ യജമാനന്റെ നേരെ കൈയെടുക്കുന്നതായി ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ. കണ്ടോ? സ്തോത്രം. എന്നാൽ ശൗലിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ ദൈവത്തിന് അന്യപ്പെട്ട ആത്മാവ് നഷ്ടപ്പെട്ട് ദൈവത്തിന് കൽപ്പനകളെ ലംഘിച്ച് പരാജയപ്പെട്ട് നിൽക്കുമ്പോഴും ദാവീദിന്റെ ഉള്ളിലൊരു ബോധമുണ്ട്, അവൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ്. അവന്റെ മേൽ അധികാരം എനിക്കല്ല, അവന്റെ മേൽ അങ്കിമുറിക്കാൻ എനിക്ക് അധികാരമില്ല. അവൻ ദൈവത്തിന്റെ അഭിഷിക്തനാണ്. മറുസൈഡ് ചിന്തിച്ചാൽ അഭിഷിക്തനാണോ? അഭിഷിക്തനാണ്. പക്ഷേ അഭിഷേകം നഷ്ടപ്പെട്ടു. പക്ഷെ സ്റ്റിൽ കണക്ക് പറയേണ്ടത് ദൈവമായതുകൊണ്ട് അവൻ്റെ മേൽ കൈയെടുക്കാൻ എനിക്ക് ഇടവരരുത്. അതായിരുന്നു ദാവീദിന്റെ തീരുമാനം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവമായി വ്യക്തമായി മനസ്സിലാക്കണം, ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട അഭിഷിക്തന്മാരുടെ മേൽ സ്തോത്രം ആ കൈ നീട്ടരുത്. അതായിരുന്നു ശൗലിന്റെ സ്തോത്രം മറ്റൊരു പരാജയം. അന്യായം നിരൂപിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആത്മീക ജീവിതത്തിന്റെ പരാജയമാണ്. ഈ പുതിയ നിയമത്തിലാകുമ്പോഴും വ്യക്തമായി ദൈവമക്കൾ മനസ്സിലാക്കണം, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അഭിഷിക്തന്മാരുടെ മേല് സ്തോത്രം നീ ദോഷം നിരൂപിക്കരുത്. അവർക്കെതിരെ ദോഷം ചെയ്യരുത്, ദോഷം പ്രവർത്തിക്കരുത്, ദോഷം സംസാരിക്കരുത്. അത് നമ്മുടെ ജീവിതത്തിന്റെ പരാജയമായിരിക്കും, ആത്മീയ ജീവിതത്തിന്റെ പരാജയമായിരിക്കും. വ്യക്തമായി മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കേണ്ടതും നമ്മുടെ തലമുറകളെ പഠിപ്പിക്കേണ്ടതുമായ ഒരു കാര്യമുണ്ട്. അല്ല സ്തോത്രം. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരുപക്ഷെ എൻ്റെ നിലയിൽ നിന്നുകൊണ്ടല്ല, അടുത്തൊരു ജനറേഷൻ ഇവിടെ ശുശ്രൂഷിച്ചാലും അല്ലെ അടുത്തൊരു വ്യക്തി കയറി വന്നാലും ദൈവമക്കൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു ദൂത് ഞാൻ പറയാം. അല്ല സ്തോത്രം. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട അഭിഷിക്തന്മാരെ അനുസരിക്കാനും ബഹുമാനിക്കാനും അവർക്ക് നേരെ ദോഷം നിരൂപിക്കാനും നിങ്ങളുടെ നാവുകളോ നിങ്ങളുടെ കരങ്ങളോ ചലിക്കരുത്. സ്തോത്രം. അത് നമുക്ക് നല്ലതല്ല, നമ്മുടെ ആത്മീക ജീവിതം നല്ലതല്ല. നമ്മുടെ തലമുറകൾക്ക് കാണിച്ചു കൊടുക്കണം ദൈവദാസന്മാരെ, ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ളത്. നമ്മുടെ തലമുറകൾക്ക് കാണിച്ചു കൊടുക്കണം അവർക്ക് എങ്ങനെ കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. മത്സരം അല്ലെങ്കിൽ മറ്റുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ആത്മീക ജീവിതത്തിന് പരാജയമാണ്. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അങ്ങനെ തന്നെയാ. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പുതിയ നിയമത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിക്കപ്പെട്ടാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചേ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആത്മീക ജീവിതത്തിൽ പരാജയം സംഭവിക്കരുത്. ദൈവദാസന്മാരെ അഭിഷിക്തന്മാർക്ക് നേരെ എഴുന്നേറ്റവരാരും ആത്മീക ജീവിതത്തിൽ ജയിച്ചിട്ടില്ല. സ്തോത്രം. അവരുടെ ജീവിതം പരാജയമാ, അല്ലെങ്കിൽ അവരുടെ തലമുറകൾ പരാജയമാ. എന്നാൽ തലമുറയുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ സ്നേഹിക്കണം. അവർക്ക് നേരെ അന്യായം നിരൂപിക്കരുത്. സ്തോത്രം. ഇത് ഡിസോണറിങ് ഗോഡ്സ് അനോയിന്റഡ് ഈസ് ട്രീറ്റഡ് ആസ് എ സീരിയസ് ഇൻ ദ സ്ക്രിപ്ചർ.
ദൈവവചനത്തിനകത്ത് ദൈവദാസന്മാർക്ക് അനോയിന്റിനെതിരെ അഭിഷക്തന്മാർക്കെതിരെ ദോഷം നിരൂപിക്കുന്നത് വലിയ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററായിട്ടാണ് വചനം നമ്മെ കാണുന്നത്. അതുകൊണ്ട് യവൻ്റെ ജീവിതത്തിലെ അടുത്ത പരാജയം ഹിസ് പ്ലാൻ എഗൻസ്റ്റ് ദ സർവൻസ് ഓഫ് ഗാഡ്. ഓക്കെ, അടുത്തതും കൂടെ പറയാം വേഗത്തിൽ. അവൻ്റെ അടുത്ത പ്രശ്നം നിലനിൽപ്പില്ലാത്തൊരു മാനസാന്തരം. ഹി വുഡ് നോട്ട് റിപ്പന്റ് ആൻഡ് ഹി പ്രെറ്റൻഡ് ടു റിപ്പന്റ്. അവൻ യഥാർത്ഥമായൊരു മാനസാന്തരമില്ല, പക്ഷേ മാനസാന്തരപ്പെട്ടെന്ന് അഭിനയിക്കും. ശൗലിൻ്റെ ഒരു പ്രശ്നം, ഇവന് ഇടയ്ക്കിടയ്ക്ക് മാനസാന്തരം ഉണ്ടാകും. കുറച്ചു നേരം മാനസാന്തരപ്പെടും, ഒത്തിരി ഒന്ന് പൊട്ടിക്കരയും, കുറ്റം ഏറ്റുപറയും, പക്ഷേ മാനസാന്തരം നീണ്ടു നിൽക്കുന്നില്ല. ഹൃദയത്തിനകത്ത് പിന്നെയും കയ്പ് വെച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. അതിന്റെ 1 ശമൂവേൽ 24:16 വാക്യം വായിച്ചേ. ദാവീദ് ശൗലിനോട് ഈ വാക്കുകൾ സംസാരിച്ച് തീർന്ന ശേഷം ശൗൽ എന്റെ മകനെ ദാവീദേ. ഓക്കെ, നോക്കിയേ, മുന്നിൽ കണ്ടപ്പോൾ എന്തോ ഒരു സ്നേഹമാണെന്ന്. വാസ്തവത്തെ അവന്റെ ഹൃദയത്തിനകത്ത് ഈ വിളിയുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. സ്തോത്രം. അപ്പോ ഒരു മാനസാന്തരം. എന്നിട്ട് ഇത് നിന്റെ ശബ്ദമോ എന്ന് ചോദിച്ചു പൊട്ടിക്കരഞ്ഞു. മതി. സ്തോത്രം. അതിന്റെ 26-21 വാക്യം. അതിന് ശൗൽ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവിടെ മാനസാന്തരം വരിക അല്ലേ? സ്തോത്രം. എന്റെ മകനെ ദാവീദേ. കണ്ടോ, ഇവിടെ എല്ലാം ഇവൻ മാനസാന്തരപ്പെടുക. പിന്നെയും അവൻ പഴയതുപോലെ പോകും. ഇന്ന് രാവിലെ നമുക്ക് കേട്ടതുപോലെ, സ്തോത്രം അല്ലേ, സ്തോത്രം, യഥാർത്ഥമായ ട്രാൻസ്ഫോർമേഷൻ ഇല്ലാത്ത മാനസാന്തരം നിലനിൽക്കുന്ന മാനസാന്തരമല്ല. നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം, യഥാർത്ഥമായ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം. ആ പേഴ്സണൽ എൻകൗണ്ടറിംഗ് ഇല്ലാത്ത മാനസാന്തരം നിലനിൽക്കത്തില്ല. കൂടെ മാനസാന്തരപ്പെടും, പിന്നെയും സെയിം പാപം ചെയ്യും, പിന്നെയും മാനസാന്തരപ്പെടും. ദൈവമുള്ള ദൈവമാണ്, ക്ഷമയുള്ള ദൈവമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ക്ഷമയെ നമ്മൾ ഗ്രാൻഡായിട്ട് എടുക്കരുത്. സ്തോത്രം. അത് മിസ്യൂസ് ചെയ്യരുത്. ദൈവത്തിൻ്റെ ക്ഷമയെ മിസ്യൂസ് ചെയ്യരുത്. ദൈവം ക്ഷമയുള്ള ദൈവമാണ്. പക്ഷേ ഇവിടെ ശൗലിന്റെ ജീവിതത്തിലെ പരാജയം, ഇവൻ കൂടെ മാനസാന്തരപ്പെടും, പിന്നെയും പാപം ചെയ്യും, പിന്നെയും മാനസാന്തരപ്പെടും. അങ്ങനെ ഒരു നിലനിൽക്കുന്ന മാനസാന്തരം അവൻ്റെ ജീവിതത്തിലില്ലായിരുന്നു. സ്തോത്രം. ഈ അപ്പോളജൈസ് ശമൂവേൽ, ആ ശമൂവേലിനോട് അപ്പോളജൈസ് ചെയ്തത് എന്തിനാണെന്നറിയാമോ? അവിടെ വായിച്ചു നോക്കുമ്പോൾ അറിയാം, ഹൃദയത്തിൽ നിന്നുള്ള ഒരു മാനസാന്തര നിമിത്തമല്ല, ബട്ട് ഹി വാണ്ട് ടു സേവ് ഹിസ് ഫേസ്. അവൻ്റെ മുഖത്തെ രക്ഷിക്കാൻ വേണ്ടിയാ അവനവിടെ മാനസാന്തരപ്പെട്ടത്. താഴെ വായിച്ചു നിങ്ങൾക്ക് മനസ്സിലാവത്. അവന് ജനത്തിന്റെ മുന്നിൽ ഒരു നാണക്കേട് വരരുത്, അവന് പേരുദോഷം വരരുത്, അതിനു വേണ്ടി ഒരു മാനസാന്തരം. അപ്പോൾ ഇങ്ങനെയുള്ള മാനസാന്തരം നല്ലതല്ല. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ശൗലിന്റെ ജീവിതം നല്ല തുടക്കമായിരുന്നു, പക്ഷേ ഒടുക്കം എന്തായി? അതിന്റെ 31 വാക്യം, 4 വാക്യം, 31:4. ശൗൽ തന്റെ ആയുധവാഹകനോട്, ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളയുകയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടതുകൊണ്ട് അവന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. കണ്ടോ, എത്രയോ ദാരുണമായ ഒരന്ത്യം. യഥാർത്ഥമായി മാനസാന്തരപ്പെടാത്തത്, യഥാർത്ഥമായി ദൈവസന്നിധിയിൽ, സ്തോത്രം, മനുഷ്യരെക്കാൾ ദൈവത്തെക്കാൾ മനുഷ്യരെ ഭയപ്പെട്ടത്, ഒരു ചതിപ്രയോഗം അകത്തളത്തിലുള്ളത് കൊണ്ട്, പുരോഹിതന്മാർക്കെതിരെ ദോഷം നിരൂപിച്ചതുകൊണ്ട്, നിലനിൽക്കാത്തൊരു മാനസാന്തരം ഇല്ലാത്തത് കൊണ്ട് എന്താ സംഭവിച്ചത്? ദാരുണമായൊരന്ത്യം ശൗലിൻ്റെ ജീവിതത്തിലുണ്ടായി. വാസ്തവത്തിൽ ഒരു അഭിഷക്തൻ മരിക്കേണ്ടതുപോലെയാണോ ശൗൽ മരിച്ചത്? ഒരു അഭിഷക്തന് കിട്ടേണ്ട അടക്കം പോലെയാണോ ശൗലിന് കിട്ടിയത്? സ്തോത്രം. തിരുവചനത്തിൽ കാണുന്നുണ്ട്, ദൈവഭക്തന്മാർ, പഴയ നിയമത്തിൽ തന്നെ ദൈവഭക്തന്മാർ അവരെ അടക്കം ചെയ്തു. പക്ഷെ ശൗലിനൊരു അന്തം കിട്ടിയില്ല. അവൻ്റെ ജീവിതം അമ്പേ പരാജയപ്പെട്ടു. ഇന്ന് പകൽക്കാലം എന്താണ് നമുക്ക് അവൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയുന്നത്? സ്തോത്രം. അൺറിപ്പന്റഡ് സിൻ ഓൾവേസ് ലീഡ് ടു ദി ഡിസ്ട്രക്ഷൻ. യഥാർത്ഥമായി മാനസാന്തരപ്പെടാത്ത, ഏറ്റുപറയാത്ത പാപം നല്ല ഒരു ഭയങ്കര ഡിസ്ട്രക്ഷനിൽ കൊണ്ടെത്തിക്കും. നീ എത്ര മിടുക്കനായാലും, എത്ര മിടുക്കിയായാലും, ശ്രദ്ധിക്കണം, നിങ്ങൾ എത്ര ബ്രില്യൻ്റ് ആയാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇഫ് യു ആർ കണ്ടിന്യൂ ദ സിൻ, ദി ലൈഫ് വിൽ എൻഡ് ഇൻ ദി ഡിസ്ട്രക്ഷൻ. ജീവിതം അവസാനത്തിൽ ചെന്നേക്കും, കഷ്ടതയിൽ ചെന്നേക്കും. ഇപ്പം നിങ്ങൾ റിയലൈസ് ചെയ്യത്തില്ല. വൺ ഡേ യു വിൽ റിയലൈസ് ദാറ്റ് എൻ്റെ ജീവിതത്തിൽ അന്നേരം ഒരുപക്ഷെ നിങ്ങൾക്ക് മാനസാന്തരപ്പെട്ട സമയം കിട്ടത്തില്ല, സമയം കഴിഞ്ഞു പോകും. എവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് കൊണ്ടോ ഇന്ന് പകൽക്കാലം എന്ത് ലെസനാണ് നമുക്ക് പറയാൻ കഴിയുന്നത്, പഠിക്കാൻ കഴിയുന്നത്? ഒന്നാമത്തെ കാര്യം, ദ ലെസൺസ് വി നീഡ് ടു ലേൺ.
ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു നോ യുവർ ഐഡന്റിറ്റി. നീ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ശൗല് ഒരു അഭിഷിക്തനാണെന്ന കാര്യം അവൻ മറന്നുപോയി. He forget that he was anointed. That's lead a tragic end. Number 2, stay teachable and humble. ദൈവസന്നിധിയിൽ താഴ്മയോടെ പഠിക്കുവാൻ, ഉപദേശം കേൾക്കുവാൻ ഒരു ഹൃദയമുണ്ടാകണം. നമ്പർ 3, ഒബേ ഗോഡ് ഫുള്ളി. പൂർണ്ണമായിട്ടും ദൈവത്തെ അനുസരിക്കണം. നമ്പർ 4, ഫിയർ ഗോഡ് എബവ് ഓൾ. എല്ലാത്തേക്കാളും ഉപരി ദൈവത്തെ ഭയപ്പെടുക. നമ്പർ 5, ഗോഡ് യുവർ സ്പിരിച്വൽ ലൈഫ്. ആത്മീക ജീവിതത്തെ സൂക്ഷിക്കുക. നമ്പർ 6, സീക്ക് ഗോഡ് എലോൺ. അവൻ്റെ ജീവിതത്തിൽ മറ്റൊരു പരാജയമുണ്ട്, എനിക്ക് അതിൽ എടുക്കാനുള്ള നേരമില്ല. അവസാനം ദൈവത്തിൽ നിന്ന് ആലോചന കിട്ടാതെ വന്നപ്പോൾ അവൻ പരിപാടി ചെയ്തു. മനസ്സിലായോ? അതും ഒരു പരാജയം, അതിലേക്കൊക്കെ പോകുന്നില്ല. സ്തോത്രം. സോ therefore what you want to do? Seek God alone. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. Repent quickly and sincerely. Not to be hypocrite. ഇത് നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ പഠിക്കാനുള്ളത്. ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, ശൗലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയം അവൻ്റെ ഡിസ്ട്രക്ഷന് കാരണമായെങ്കിൽ, മറുസൈഡിൽ ദൈവത്തെ ഫുള്ളി അനുസരിച്ച, യവനനുസരിക്കാതെ നിത്യ ലജ്ജ ഏറ്റുവാങ്ങിയെങ്കിൽ, ദൈവത്തെ അനുസരിച്ച് ജീവരക്ഷ പ്രാപിച്ചവൻ അബ്രഹാം. ദൈവം പറഞ്ഞ ചെറിയ കാര്യം പോലും അനുസരിക്കാൻ മനസ്സ് കാണിച്ച ഒരബ്രഹാം. ദൈവസന്നിധിയിൽ കുറ്റമൊറ്റ മനസാക്ഷിയോടെ നിൽക്കാൻ കഴിഞ്ഞ ദാവീദ്, പാപം ചെയ്യാഞ്ഞിട്ടല്ല, തെറ്റ് ചെയ്യാഞ്ഞിട്ടല്ല, ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കാഞ്ഞിട്ടല്ല, സംഭവിച്ച പരാജയത്തെ സിൻസിയറായിട്ട് ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന മനോഭാവം, ന്യായീകരിക്കുകയല്ല. പ്രൈസ് ഗോഡ്. അവൻ്റെ അരികിൽ നാഥാൻ പ്രവാചകൻ വന്നപ്പോൾ അവന് വേണമെങ്കിൽ ന്യായീകരിക്കാമായിരുന്നു. നാഥാൻ പ്രവാചകന്റെ കഴുത്ത് വെട്ടാനുള്ള അധികാരം ദാവീദിനുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ തെറ്റിനെ, തൻ്റെ പരാജയത്തെ സ്വയം ന്യായീകരിക്കാതെ ആ പരാജയത്തിൻ്റെ മുന്നിൽ റിപ്പന്റ് ചെയ്യാൻ ദാവീദിന് ഹൃദയമുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റാറുണ്ട്, പരാജയങ്ങൾ പറ്റാറുണ്ട്, വീഴ്ചകൾ പറ്റാറുണ്ട്. ന്യായീകരിക്കാതെ ദൈവസന്നിധിയിൽ തുറന്ന് ഹൃദയത്തോടെ ഏറ്റുപറയുന്നൊരു മനോഭാവം. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദിന്റെ ജീവിതം അങ്ങനെ ആയിരുന്നല്ലോ. ആകെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ അഭിഷക്തന്മാർക്ക് നേരെ കൈനീട്ടാത്തൊരു മനോഭാവം ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.